ഹായ് ഗുഡ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. നല്ല രാവിലത്തെ ഭയങ്കര സണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളിപ്പോൾ പാർക്കിങ്ങിലെത്തി. ഇതെവിടാണെന്നറിയാമോ? കുറേ നാൾ കൊണ്ട് നോക്കിയിരുന്നു, ഒത്തിരി ആഗ്രഹിച്ച് അയ്യോ ആ റോഡിൽ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ ഒരു എന്താ പറയുന്നത്, ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഇതാവുമായിരുന്നു. അതെ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചൊരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. എനിക്കത്ര ഇല്ലായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും ഫ്ലോറിയയുടെ കുറേ നാളുകൊണ്ട് ആഗ്രഹത്തിലൊരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം വീഡിയോയിൽ മൊത്തത്തിലേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. ആദ്യമേ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. നമ്മുടെ വണ്ടിയിൽ നമുക്ക് അങ്ങ് എയർ ഷോ നടക്കുന്ന കോമ്പൗണ്ട് വരെ പോകാൻ പറ്റത്തില്ല. അതിന് അവർ പ്രത്യേകം ബസ് വെച്ചിട്ടുണ്ട്, അതിനകത്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബസ്സിലെല്ലാം കയറിയിട്ട് അവർ ഞങ്ങളെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നടന്നാണ് എല്ലാം കാണേണ്ടത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ആദ്യമേ പോയത് ഒരു എക്സിബിഷനുള്ള ഹോളിലോട്ടായിരുന്നു. ഇവിടെ ഒത്തിരി ഹോളുണ്ട്. എല്ലാ ഹോളിലും ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെയും അതുപോലെ തന്നെ കുറേ എക്സിബിഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ ഒരു ഹോളിലോട്ട് കയറി. അവിടെ ആണെങ്കിൽ കുറേ പാർട്സും മോഡൽസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് വെളിയിലിറങ്ങിയായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടിയിൽ ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തതും ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുവന്നതും ഈ ഒരു അച്ചാച്ചനാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു കൊച്ചാഗ്രഹം പറഞ്ഞപ്പം അച്ചാച്ചൻ എത്രമാത്രം എഫേർട്ട് ഇട്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അച്ചാച്ചൻ്റെ വർക്കിനിടയിൽ പോലും ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ടു ലാസ്റ്റ് ഞങ്ങളെ വിടുന്നത് വരെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് അച്ചാച്ചൻ ഫുഡിന് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ സ്റ്റൈലും വെസ്റ്റേൺ സ്റ്റൈലും എല്ലാ ഫുഡും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെസ്റ്റേൺ സ്റ്റൈലാണ് എടുത്തത്. അവിടെ ഉപ്മാവ് ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്മാവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കളക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇരിപ്പുണ്ടായിരുന്നു. ഇനി 9:30 ഞങ്ങളുടെ ഷോ. ഞങ്ങൾ 8:30 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9:30 ഞങ്ങൾക്ക് തിരിച്ച് ഷോ കാണാൻ വേണ്ടിയിട്ട് ചെല്ലണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം 2 ഷോ ആണുള്ളത്. 9:30 2:30 ആയിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ചെന്നതുകൊണ്ട് 9:30 ഷോ കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ അച്ചാച്ചൻ ഓൾറെഡി ഞങ്ങൾക്കുള്ള സീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ചാച്ചൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ചാച്ചൻ ഉള്ളതുകൊണ്ട് എല്ലാ പ്രിഫറൻസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും എങ്ങും വെയിറ്റ് ചെയ്യേണ്ടിയും വന്നില്ല. പലരും കാണാത്ത കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കി തന്നെ കേട്ടോ. നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമായതുകൊണ്ട് അത് റിയാലിറ്റിയിലോട്ട് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഷോ നടക്കുന്നത് രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. ആകെയുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഈ വെയിൽ മാത്രമാണ്. എങ്കിലും വെയിലിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളുടെ ആഗ്രഹം വലുതായതുകൊണ്ട് വെയിലൊന്നും ഒരു വലിയ സീനായിട്ട് തോന്നിയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഷോ സ്റ്റാർട്ടാവുമെന്നും പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ അങ്ങ് പീക്കിലെത്തിയായിരുന്നു. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ബാംഗ്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലായ റിറ്റ്സ് കാർട്ടൻ്റെ ആയിരുന്നു ഫുഡ് കേട്ടോ. ഫുഡിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു.
എനിക്ക് ഫിഷ് പൊതുവേ ഇഷ്ടമല്ല, എങ്കിലും ഞാൻ അവിടുത്തെ ഫിഷ് കഴിച്ചു. ഭയങ്കര സോഫ്റ്റും ടെൻഡറും ആയിട്ടുള്ള മീറ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ജ്യൂസസും ഫ്രഷ് ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഫ്ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇന്ന് ഷോയ്ക്ക് ഇറങ്ങാത്തതുമായിട്ടുള്ള എല്ലാ ഫ്ലൈറ്റ്സും ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഫ്ലൈറ്റ് അടുത്ത് കാണുന്നത്. ഒരെണ്ണമൊക്കെ നേരിട്ട് അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ഫൈറ്റർ ഫ്ലൈറ്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചൻ കൂടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് കാണുക മാത്രമല്ല, എല്ലാത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു അച്ചാച്ചൻ. ഇതിൻ്റെയൊക്കെ പേരും ഏതൊക്കെയാണ് ഇന്ന് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുള്ളതും ഇതിൻ്റെയൊക്കെ പൈലറ്റ്സിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു ലക്കൊക്കെ വേറെ ആർക്കെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും ഞങ്ങൾ ലക്കിയായിരുന്നു. അച്ചാച്ചൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രിഫറൻസ് പ്രയോറിറ്റീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും വെളിയിൽ നിന്ന് കണ്ടതെല്ലാം ഞങ്ങൾ അകത്ത് നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു വരുന്നതെങ്കിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. അച്ചാച്ചൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ശരിക്കും നല്ലതായിട്ട് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു കേട്ടോ. അത് മാത്രമല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം അച്ചാച്ചൻ്റെ വൈഫ് സുനിത ചേച്ചിയാണ് ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾ എയർ ഷോ കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ചേച്ചിക്കായിരുന്നു കേട്ടോ. ചേച്ചിയോടും അച്ചാച്ചനോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എന്നിട്ട് പിന്നെ ഞങ്ങളെ അച്ചാച്ചൻ ഹെലികോപ്റ്റർ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫ് ടൈം വിചാരിച്ചിട്ടില്ല ഹെലികോപ്റ്റർ കയറാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മളൊരു പൂ മാത്രം ചോദിച്ചപ്പം ഒരു പൂക്കാലം മൊത്തം ഞങ്ങൾക്ക് തന്ന അച്ചാച്ചനോടും ചേച്ചിയോടും ഉള്ളൊരു സ്നേഹം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം ബായ്.